എന്നെ വീട്ടിൽ കൂട്ടിയിട്ടുണ്ട് സമരത്തിന് പോകുന്നതിനൊക്കെ. അച്ഛൻ അധ്യാപകനാണ്, അച്ഛൻ്റെ സഹോദരി അധ്യാപകൻ, അച്ഛൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഈ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നു. സുരേഷ് ഗോപി വെല്ലുവിളിച്ചു ഒരു പടത്തിൽ. ഇത് രമേശ് ചെന്നിത്തല കണ്ടിട്ട് എന്നെ വിളിക്കും, ഞാൻ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് എവിടെയോ പറഞ്ഞിങ്ങനെ. അത് ഞാൻ പോയി കണ്ടു. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് മോചിപ്പിക്കും. അതിന് നമ്മളെല്ലാവരും ശ്രമിക്കും. എനിക്ക് മോഹൻലാലിന് ഇഷ്ടം, വൈഫിന് മമ്മൂട്ടി ഇഷ്ടം. അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിൽ പൊട്ടിക്കുന്ന സമയം. വെൽക്കം ബാക്ക് ടു സെയ്തൂൻ സൊറബറ. വളരെ വ്യത്യസ്തമായ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. 26-ാം വയസ്സിൽ MLA-യും 28-ാം വയസ്സിൽ മിനിസ്റ്റർ ആയി വന്ന കേരളത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് മിനിസ്റ്റർ എന്ന് തന്നെ പറയാം. ഭരണവശത്തും പ്രതിപക്ഷത്തും ഉന്നത സ്ഥാനങ്ങൾ നയിച്ച് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഹരിപ്പാടുകാരനായ സിറ്റിംഗ് MLA ആയ രമേശ് ചെന്നിത്തല സർ. വെൽക്കം സർ. വെൽക്കം ടു സൊറബറ. താങ്ക് യു. ഇന്ന് നമുക്ക് കുറേ സൊറ പറയാനുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ പൊളിറ്റിക്കലി ആയിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് നിങ്ങളൊന്ന് ഒരു നോൺ പൊളിറ്റിക്കലായ നിങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. തീർച്ചയായിട്ടും. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനും നമുക്ക് തുടങ്ങുന്നത് അത് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ? എക്സാക്ട്ലി, അതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെ ഇരുന്നാലും നിങ്ങൾ ഒരു അച്ഛനായി, ഒരു മകനായി, ഒരു സഹോദരനായി, ഒരു മുത്തശ്ശനായി, നിങ്ങൾ ഇത്രയും ഒരു നമ്മൾ രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞു എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇതൊക്കെ ധരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിയാം. തീർച്ചയായിട്ടും. അതായിരിക്കും ആൾക്ക് കൗതുകമുള്ള കാര്യം. എക്സാക്ട് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് കൗതുകം അതിലാണ്. അപ്പം പ്രേക്ഷകരും അതിൽ തന്നെ ആയിരിക്കും എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് മിനിസ്റ്ററായി നിങ്ങൾ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ, അതിൻ്റെ മുന്നേ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തും കോളേജ് കാലഘട്ടത്തും കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന നമുക്ക് ഭയങ്കര. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പൊളിറ്റിക്കലി ഒരു സ്കൂൾ സമയത്ത് തിരഞ്ഞെടുത്തത്? എനിക്ക് രാഷ്ട്രീയത്തിൽ വരുന്നതിന് ഭയങ്കര എതിരായിരുന്നു. എന്നോടന്ന് KSU മെമ്പർഷിപ്പ് കൊണ്ട് ആളുകൾ വരുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ രാഷ്ട്രീയത്തിൽ വരത്തില്ല, അങ്ങനെ എന്നെ മെമ്പർഷിപ്പ് ഒന്നും എടുപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വല്ല മെമ്പർഷിപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല. അച്ഛൻ ടീച്ചറായിരുന്നു. അപ്പോൾ അത് കാരണം സ്കൂളിൽ അങ്ങനെ നമ്മളിനകത്ത് പോകുന്നതിന് എതിരാണല്ലോ. അപ്പം തന്നെയല്ല അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. അന്ന് എനിക്ക് സ്കൂൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛനെ ലൈബ്രറിയിൽ കൊണ്ടുപോയത്. വീടിനടുത്തുള്ള ഒരു കലാപോഷിണി ഗ്രന്ഥശാല, അവിടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ആകെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതാണ്, പുസ്തകം വായിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്മാറി. അപ്പോഴാണ് എന്നെ അവിടെ തന്നെ ഇവർ തന്നെ വന്നിട്ട് വേറൊരു പരിപാടിയുണ്ട്, അത് ചേരാൻ പറഞ്ഞു. ഓണത്തിന് ഒരു പറ നെല്ല്. ഓണത്തിന് ഒരു പറ നെല്ല്. M.N. ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരുന്ന കാലമാണ്. ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റ്. അപ്പോൾ അന്ന് ഒരു പദ്ധതി ആരംഭിച്ചു, ഓണത്തിന് ഒരു പറ നെല്ല് ഉണ്ടാക്കുക. അന്ന് ഈ ഭക്ഷ്യക്ഷാമമൊക്കെ ഉള്ള കാലമാണ്, പഴയ കാലം, 60-കളിൽ. 1960-കളിൽ. ഇത് നാട് ചെന്നിത്തല പറയുന്ന നാടിൻ്റെ പേര് മാവേലിക്കര അടുത്തുള്ള ചെന്നിത്തല. അപ്പോൾ അവിടെ മഹാത്മാ ഹൈസ്കൂൾ. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇത് രാഷ്ട്രീയമൊന്നുമല്ല, ഇതേ ഓണത്തിനൊരു പറ നെല്ലല്ലേ, അത് നല്ല കാര്യമല്ലേ, അപ്പം നിങ്ങളെപ്പോഴൊക്കെ ചേരേണ്ടത്, നിങ്ങളെ പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു അതിന് ഞാൻ ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് ചേർന്ന് ഞങ്ങൾ കൃഷി ചെയ്തു. നല്ല വിളവുണ്ടായി. പുരയിടം കണ്ടെത്തി അവിടെ കൃഷി ചെയ്തു, നല്ല വിളവുണ്ടായി. അപ്പോൾ നമ്മൾ ആ വിളവുണ്ടായി കഴിഞ്ഞപ്പം ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി. ഇത്രയും കുട്ടികളെല്ലാം കൂടെ ചേർന്ന് നെല്ല് കൃഷി നടത്തി. അങ്ങനെ ഞാൻ അറിയാതെ അങ്ങ് KSUവിലോട്ട് വന്നു ചേരുക ചെയ്തത്. അങ്ങനെ യൂണിറ്റ് സെക്രട്ടറിയായി, പിന്നെ താലൂക്ക് സെക്രട്ടറിയായി, ജില്ലാ ട്രഷററായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജില്ലാ ട്രഷററായി. അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ അന്ന് സ്കൂളിൽ നടന്ന ഒരു നെല്ല് കൃഷിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നിങ്ങളറിയാതെ വന്നതാണ്. അത് നിങ്ങൾ പ്രേക്ഷകരൊക്കെ ഇത് സ്വീകരിച്ചത് കണ്ടത് അല്ലേ? ജനങ്ങൾ ഇത് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയോട് കൂടി നിങ്ങൾ അതിലേക്ക് അങ്ങനെയാണ് ഇപ്പം നമ്മളങ്ങനെ ചേർന്ന് പൊളിറ്റിക്സിലേക്ക് അങ്ങനെ. അപ്പോൾ ഈ ഒരു കഥ ഞാൻ തോന്നുന്നു ആരും അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നടനാവണം എന്നായിരിക്കും.
അല്ലേ? ആ സമയത്ത് എല്ലാവർക്കും ഒരു അത് നമ്മളെ വീടിനടുത്തുള്ള ഞാൻ പറഞ്ഞില്ലേ ഗ്രന്ഥശാല, ആ അവിടെ ഒരു വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനകത്ത് മെമ്പർമാരാണ്. അത് രാവിലെ വൈകുന്നേരം വന്ന് ഞങ്ങൾ ടെന്നീസ് കളിക്കുക, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കുക, ഇതൊക്കെ ഉണ്ട്, കബഡി കളിക്കുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഞങ്ങൾ നാടകം നടത്തുക. ആ ഞങ്ങളൊക്കെ തന്നെ അഭിനയിക്കുന്നത്. ആ അപ്പം ഞങ്ങൾ തന്നെ പെൺവേഷം കെട്ടുക, ആൺവേഷം കെട്ടുക, അങ്ങനെ നാടകം നടത്തുമായിരുന്നു. അങ്ങനെ നാടകം നടത്തി നാടകം നടത്താൻ വലിയ താല്പര്യമായിരുന്നു എനിക്ക്. അന്ന് ഞാൻ നാനയിലൊക്കെ കൊടുത്തു. ഇങ്ങനെ പുതിയ നടന്മാരുടെ പേര് ഫോട്ടോ കൊടുക്കുമായിരുന്നു. നാന അന്ന് ഏറ്റവും പ്രസിദ്ധമായൊരു വാരികയാണ്. അതെ അതെ. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തു. അപ്പോൾ ഫോട്ടോയിൽ വന്ന് അഭിനയിക്കാൻ താല്പര്യമുള്ളവരുടെ പേരിൽ എൻ്റെ ഫോട്ടോ വന്നു. അതിപ്പോഴും ചിലരുടെ തന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്? നാടകത്തിലൊക്കെ അഭിനയിച്ചു. അപ്പൊ ഇപ്പൊ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടി അഭിനയിക്കോ? ഇല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ആ കാലം. പക്ഷെ എന്നാലും നിങ്ങളിപ്പോൾ അന്ന് പൊളിറ്റീഷ്യൻ ആയിരുന്നില്ലെങ്കിൽ ആ ഒരു സമയത്ത് വേറെ എന്ത് നിങ്ങൾ ചെയ്യുമായിരുന്നു? അന്ന് അധ്യാപകനാണ്. അച്ഛൻ അധ്യാപകനാണ്. എൻ്റെ ഫാമിലി തന്നെ അധ്യാപകരുടെ ഫാമിലിയാണ്. അച്ഛൻ അധ്യാപകനാണ്. അച്ഛൻ്റെ സഹോദരി അച്ഛൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പം ഇതില്ലാതെ ഞാൻ ഒരു കോളേജിലെ അധ്യാപകൻ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകനായിട്ട് ഞാൻ മാറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീച്ചിനൊക്കെ ഭയങ്കര ഒരു എളുപ്പമായിട്ടുണ്ടാവും. അതെ അതെ. ഒരു അധ്യാപക ഒരു ഇത് ഉള്ളതുകൊണ്ട് അതെ അതെ, നിങ്ങളുടെ ബ്ലഡ് തന്നെ അപ്പം അതുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ആൾക്കാരെ പരിചയം തന്നെയല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഹിന്ദി പഠിക്കാൻ തുടങ്ങി. നമ്മുടെ സ്കൂളിൻ്റെ മുൻപിൽ ജയശ്രീ ഹിന്ദി വിദ്യാലയമുണ്ട്. അപ്പോൾ അവിടെ ബാലൻപിള്ള സാർ എന്ന് പറഞ്ഞത് അച്ഛൻ എന്നെ അവിടെ കൊണ്ടുവിട്ടു. ഞാനിങ്ങനെ ചുമ്മാ പഠിച്ചതാണ്. ഹിന്ദി പ്രാഥമിക്, മധ്യം, രാഷ്ട്ര, പ്രവേശിക, വിശാരദ്. 10ാം ക്ലാസ്സിൽ പാസ്സായപ്പം ഞാൻ ഡിഗ്രി BA ഇക്വലൻ്റ് ആയിട്ടുള്ള വിശാരദ് പാസ്സായി. RBV, രാഷ്ട്രഭാഷാ വിശാരദ്. അത് ദക്ഷിണഭാരതി ഹിന്ദി പ്രചാര സഭയുടെ രാഷ്ട്രപതിയാണ് എൻ്റെ ചെയർമാൻ സഭ. അപ്പോൾ ആ കാലത്ത് ഹിന്ദി പ്രചരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചതാണ്. അതിൻ്റെ ഒരു ശാഖയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായപ്പോൾ തന്നെ BAയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഹിന്ദി പരീക്ഷ പാസ്സായി. വേണമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് എഴുതിയെടുത്താൽ ഡിഗ്രി കിട്ടിയത്. പിന്നെ അത് കോളേജിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ കോളേജിൽ പോയി. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അന്നുണ്ടായി. അത് പിന്നെ സുബിൻ ഭാവിയിൽ വലിയ പ്രയോജനം ചെയ്തു. നമ്മൾ രാഷ്ട്രീയത്തിൽ വന്ന് ഡൽഹിയിലൊക്കെ പ്രവർത്തിക്കുമ്പം ഹിന്ദി പ്രസംഗിക്കാൻ, എസ്പെഷ്യലി നിങ്ങൾ 4 ജനറേഷൻ ആ ഗാന്ധി ഫാമിലിയിൽ തന്നെ നിങ്ങൾ കണ്ട് ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പം ആളുകളോട് സംസാരിക്കാൻ, ഹിന്ദി സംസാരിക്കാൻ, ഹിന്ദി പ്രസംഗിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായപ്പോൾ എൻ്റെ ഈ സ്കൂൾ കാലത്തെ പഠനം എന്നെ സഹായിച്ചു. വാജ്പേയി തന്നെ എന്നെ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഹിന്ദിയിലേ പ്രസംഗിക്കാവും. നമ്മൾ ഇംഗ്ലീഷും പ്രസംഗിക്കുമല്ലോ. അതെ. അപ്പോൾ പാർലമെൻറ്റിൽ ഇംഗ്ലീഷ് പ്രസംഗിക്കും, എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് ഹിന്ദിയിലേ പ്രസംഗിക്കാവും. ജോർജ് ഫെർണാണ്ടസ് എനിക്ക് വലിയ ഇഷ്ടമുള്ള നേതാവ്. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും ഹിന്ദിയിലേ പ്രസംഗിക്കും. പുള്ളിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ പുള്ളി എപ്പോഴും ഹിന്ദിയിലേ പ്രസംഗിക്കും. പുള്ളി മാംഗ്ലൂരുകാരനാണ്, അറിയാമല്ലോ, നമ്മുടെ കേരള അതിർത്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ വടക്കേ ഇന്ത്യയിലാണ്. ഹിന്ദി നന്നായി പറയും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഹിന്ദി പ്രസംഗിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളെ കേൾക്കും. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്നാൽ അവർക്ക് ഹിന്ദി അറിയാം. അപ്പോൾ എൻ്റെ ഈ സ്കൂളിലെ പഠനം, സ്കൂൾ കാലത്ത് ഹിന്ദി പഠിച്ചത് എന്നെ പിൽക്കാലത്ത് വലിയ തോതിൽ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു സഹായം അന്നുണ്ടായി. അപ്പോൾ അന്ന് നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ ഓൾറെഡി പൊളിറ്റിക്കലി നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയതിനു ശേഷം നിങ്ങളത് കോളേജിലേക്ക് തുടർച്ചയായി പിന്നെ നമ്മൾ ഇൻവോൾവായി. SLCക്ക് വന്നപ്പോൾ VM സുധീരൻ KSU പ്രസിഡന്റ്. അന്ന് ഞാൻ ജില്ലാ ട്രഷറർ. സ്കൂളിൽ നിന്ന് ഒരാളിനെ വെക്കണം, ജില്ലാ ട്രഷറർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായി ഞാൻ പങ്കെടുക്കുന്ന കോഴഞ്ചേരി ക്യാമ്പിലാണ് KSU പങ്കെടുത്ത്. പിന്നെ കോളേജിൽ വന്നപ്പോൾ പ്രീ ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരിയിൽ. അന്നൊരു അനുഭവം. എനിക്ക് അവിടെ എൻ്റെ വീടിന് തൊട്ടടുത്ത് കോളേജുണ്ട്, അവിടെ പഠിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ അപേക്ഷ പറഞ്ഞ് എനിക്ക് അന്ന് 360 മാർക്കാണ് SSLC ഫസ്റ്റ് ക്ലാസ്. എനിക്ക് 385 മാർക്കുണ്ട്. മാവേലിക്കര മിഷപ്പൂർ കോളേജിൽ അപ്ലൈ ചെയ്തു. എനിക്ക് അഡ്മിഷൻ തന്നില്ല. കാരണം അവർ പറഞ്ഞ് രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് ഇവിടെ അഡ്മിഷൻ തരുന്നത്. ആരോ ഊമക്കത്ത് അയച്ചു എനിക്കെതിരായിട്ട്, ഇയാളിവിടെ വന്നാൽ വലിയ കുഴപ്പമാകും. അല്ല, കുഴപ്പം KSU പ്രവർത്തകനായതുകൊണ്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കി. അപ്പോൾ അച്ഛനും എൻ്റെ കൂടെ ഉണ്ട്. നമ്മളാകെ വിഷമിച്ചു. കാരണം എവിടെ പോവും, വേറെ ഞാൻ അപേക്ഷിച്ചില്ല. ഇത്രയും വലിയ മാർക്കുള്ളൊരു കുട്ടിക്ക് എന്തായാലും കിട്ടും.
എൻ്റെ റാങ്ക് ലിസ്റ്റിൽ 5ാമത്തെ പേരായിരുന്നു. ആ എന്നിട്ടും കിട്ടിയില്ല, അത് റിജക്റ്റ് ചെയ്തു. പിന്നെ ചങ്ങനാശ്ശേരി NSS കോളേജിൽ എൻ്റെ ഒരു അതിനടുത്ത് സ്കൂളിലൊരു അധ്യാപകനുണ്ടായിരുന്നു, എൻ്റെ റിലേഷനാണ്. അദ്ദേഹം കൊണ്ടുപോയി, അന്ന് കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള NSS ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ കൊണ്ട് ഔട്ട് ഓഫ് ദ വേയിൽ സാങ്ഷൻ വാങ്ങിച്ചാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഓ അങ്ങനെയാണ് ചങ്ങനാശ്ശേരി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇവിടെ പഠിക്കാൻ കഴിയാത്തൊരു എല്ലാ ദിവസവും രാവിലെ ചങ്ങനാശ്ശേരി പോയി വരണം. അതെങ്ങനെ സ്കൂൾ ബസ്സിൽ മറ്റേ സ്റ്റുഡൻസ് ഓൺലി ബസ്സുണ്ട്, രാവിലെ പോകണം, വൈകിട്ട് തിരിച്ചു പറയണം. 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വരുന്നത്. പക്ഷെ അത് പിന്നീട് എനിക്ക് പ്രയോജനമായി. എങ്ങനെ? ഞാൻ കോട്ടയത്ത് പാർലമെൻറ്റ് മത്സരിക്കുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ആ പ്രദേശം ചങ്ങനാശ്ശേരിക്കാരും പൊൻകുന്നംകാരും ഒക്കെയാണല്ലോ. കോട്ടയം ഒരു പരിചയപ്പെട്ട് അവിടെ ഓൾറെഡി അത് പിന്നെ വലിയ പ്രയോജനം ചെയ്തു, സത്യത്തിൽ വലിയ ഗുണമായി. ഒരു പുതിയ മുഖമല്ലാതെ ഒരു അറിയുന്ന ഒരു അവിടെ ആളുകൾക്ക് മാത്രമല്ല, അവിടെ പഠിച്ച കുട്ടികളൊക്കെ അന്ന് ആ മേഖലയിലുണ്ടല്ലോ. ഞാൻ 7 വർഷം പഠിച്ച അവിടെയാണ്, അതെ, പ്രീ ഡിഗ്രിക്കും പിന്നെ അന്ന് ഡിഗ്രിക്കും. അപ്പം ഒരു 5 വർഷം പഠിച്ച അവിടെയാണ്. അപ്പം അത്രയും കുട്ടികളുമായിട്ട് ബന്ധമുണ്ടല്ലോ, അത് പിന്നെ പ്രയോജനം ചെയ്തു. പക്ഷെ നിങ്ങൾ ഈ ആക്ച്വലി അന്ന് നിങ്ങൾ യങ്ങസ്റ്റ് മിനിസ്റ്റർ ആകുന്നത് കോളേജിന് ശേഷമാണ്, അല്ലേ? പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും വലിയൊരു മിനിസ്റ്റർ ലെവലിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നുള്ളത്? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, സീറ്റ് പോലും ആഗ്രഹിച്ചതല്ല. ഞാൻ KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് സീറ്റ് തരുന്നത്. അന്ന് ലീഡർ K കരുണാകരൻ അദ്ദേഹമാണ് എനിക്ക് സീറ്റ് തരുന്നത്. KSU പ്രസിഡന്റുമാർക്ക് സീറ്റ് കൊടുക്കും. അങ്ങനെ എനിക്കും കാർത്തികേയനും പന്ത്രസുധ, ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് തന്നു. എനിക്ക് തന്ന സീറ്റ് ഏറ്റവും ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്തൊരു സീറ്റാണ്, ഹരിപ്പാട്. പക്ഷെ ലീഡർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു അവിടെ ജയിക്കുമെന്ന്. അങ്ങനെ ഞാനവിടെ CBC വാരിൽ നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന CPMൻ്റെ സീറ്റാണ്. അങ്ങനെയാണ് ഞാനവിടെ മത്സരിച്ച് ഞാൻ അവിടെ ജയിക്കുന്നത്. പിന്നെ 5 തവണ ഞാനിപ്പോൾ അവിടെ MLA ആണ്. അതെ അതെ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ MLA ആവുമെന്നോ മന്ത്രിയാവുമെന്നോ MP ആവുമെന്നോ ഒരു പ്രൊഫഷനായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. അപ്പം അത് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല? വീട്ടിൽ വലിയ എതിരായിരുന്നു. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ടുണ്ട് സമരത്തിന് പോകുന്നതിനൊക്കെ എതിരായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ചാടി പുറത്ത് ചാടി നമ്മുടെ സമരം. അച്ഛൻ നമ്മുടെ സ്കൂളിലെ അധ്യാപകനാണല്ലോ, അവിടെ സമരം ചെയ്യാൻ പറ്റും. പുള്ളിക്കൊരു നിലയും വിലയൊക്കെ ഇല്ലേ? അതെ. പിന്നെ അപ്പച്ചി അധ്യാപികയല്ലേ. അപ്പോൾ അവിടെ പോയി നമ്മൾ സമരം ചെയ്യുന്നത് ശരിയാണോ? ആ ചിന്ത നശിച്ചു എന്നാണ് ധരിച്ചത്. എൻ്റെ കാര്യം പോക്കായിരുന്നു. കുറേ പ്രഷർ അങ്ങനത്തെ നേരിട്ട് വന്നിട്ടുണ്ടല്ലേ? പക്ഷെ അതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതൊക്കെ നിന്നിങ്ങനെ ഇരുന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര. ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പം ആ സ്കൂളിനും അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ ആ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ വരും. ഇടയ്ക്ക് അവിടെ ഓരോ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോഴൊക്കെ അതെൻ്റെ മനസ്സിലൂടെ കടന്നു വരും. അങ്ങനെയുള്ള സ്കൂൾ ഫ്രണ്ട്സോ കോളേജ് ഫ്രണ്ട്സോ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. അവരുടെയൊക്കെ അലൂമിനിക്ക് ഞാൻ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കൂൾ കുസൃതി നിമിഷങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുന്നത്? ഇതാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടതും പൂട്ടിയത് അടിയാൻ പോയി സമരം ചെയ്തതും ഒക്കെ. അതേപോലെ കോളേജിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും നിങ്ങൾ ഒരു കാര്യം, ഒരു അജണ്ട ഉണ്ടാവണമല്ലോ. നമ്മുടെ ഏത് ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴും ഒരു മനുഷ്യനായാലും ഞാൻ തോന്നുന്നു ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് മുകളിൽ നിന്ന് പറയുന്നത് എന്ന് ഒരു എടുത്തുചാട്ടത്തിലായിരിക്കുമല്ലോ കൂടുതൽ മൈൻഡ് നമ്മുടെ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അജണ്ട ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. നമുക്ക് ജനങ്ങൾ അപ്പം അച്ഛൻ പഞ്ചായത്ത് മെമ്പറാണ്, അമ്മ പഞ്ചായത്ത് മെമ്പറാണ്. അച്ഛൻ കതറൊക്കെ ആയിരിക്കും. അങ്ങനെ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരം ജയിച്ചിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് ആണ്, പക്ഷേ പാർട്ടി ഭാരവാഹിത്വമൊന്നുമില്ല, കതറൊക്കെയാണ്. അപ്പം നമ്മളങ്ങനെ കുട്ടിക്കാലം മുതൽ ഇത് കണ്ട് വളരുന്നതല്ലേ, കതറിട്ട് വെള്ളക്കതറ അച്ഛൻ വെള്ളമുണ്ട അവിടെ. അപ്പം അങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുടെ പ്രവർത്തനം കണ്ട് വളർന്നതല്ലേ. അപ്പം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യം അന്നോട്ടേ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് യാത്രകളൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കുറേ രാഷ്ട്രീയക്കാരിൽ കണ്ടതെന്ന് വെച്ചാൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ അടുത്ത് എത്തി അവരുടെ വിഷമങ്ങൾ അറിയാന്നുള്ള കുറേ. നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലൊന്നും പോകാതെ നമ്മൾ ഇവിടില്ല, ഇതുമായിട്ട് നടക്കുകയല്ലേ പാർട്ടി ഓഫീസിൽ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് പിന്നെ പാർട്ടിക്കാർ വീട്ടിൽ കൊണ്ടുവരിക. വീട്ടിൽ കയറ്റത്തില്ല. ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് വാ, അച്ഛനെ കണ്ടിട്ട് വന്നു. വീട്ടിൽ കയറ്റത്തില്ല. ഇല്ല, എവിടെ നടക്കുന്ന അറിയില്ല അവർക്ക്, എവിടെയാ പോയിരിക്കല്ലേ. അവന് ഇടയ്ക്ക് ഒരു ദിവസം ലാത്തി ചാർജ് ഉണ്ടായി. വീട്ടുകാരാകെ വിഷമിച്ചു, നമുക്കൊക്കെ ലാത്തി ചാർജ് കിട്ടിയെന്നുള്ള. കാരണം അവർക്കറിയില്ലോ എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന്.
പിന്നെ ആ വീട്ടിൽ നിന്ന് എല്ലാം കൂടെ ഓടി അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പരിക്കൊന്നും വലുതായിട്ടില്ല, കുഴപ്പമില്ല, ആശുപത്രിയിലാണ്, തിരികെ വന്നു. അങ്ങനെ ഇതൊന്നും അവർക്കറിയില്ലോ ഇതിൻ്റെ കാര്യങ്ങൾ. ഒരു ഗ്രാമീണരായ ആളുകളല്ലേ, അവർക്ക് ഇതിനകത്ത് ഈ ഉള്ള മറ്റു കാര്യങ്ങൾ നമുക്കും അറിയില്ല. പക്ഷെ അതൊക്കെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ നൽകിയ കാര്യമാണ്. ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഉള്ള അവസരങ്ങളാണ്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നമ്മളെ പഠിപ്പിച്ചൊരു കാലഘട്ടമായിരുന്നു. എന്താണ് ചെയ്യാൻ പറ്റുക? അതൊരു യഥാർത്ഥ ചോദ്യമാണ് ശരിക്കും പറഞ്ഞത്. നമുക്ക് നമ്മളെ ഓരോ ദിവസവും നമ്മളെ കാണാൻ വരുന്ന ആളുകൾ, ഒരാൾ വരുമ്പം അയാളുടെ ജീവിത പ്രയാസങ്ങളുമായിട്ടാണ് വരുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരാൾ നമ്മളെ കാണാൻ വരുന്നത് എന്തിനാണ്? അപ്പം നമ്മളിലൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് എന്തുവേണ്ടി അയക്കു വേണ്ടി ചെയ്തു കൊടുക്കണം, ചെയ്യാവുന്ന പരമാവധിയാണ്. എനിക്കൊരു പ്രശ്നമുണ്ട് സുബിൻ, ആരോട് നോ പറയാൻ അറിയില്ല. അല്ല, അങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഇവിടെയും നമ്മുടെ ഈ സൊറ പറയുന്ന പരിപാടിയിലും വരുന്നത്. നമ്മളോട് നോ പറയാത്തതുകൊണ്ടാണ്. എനിക്ക് നോ പറയാൻ അറിയില്ല. അതൊരു ഗുണമാണ് ദോഷമാണ്. അതെ അതെ അതെ. ചിലർ പറയാം അങ്ങനെ പറയരുതെന്ന് പറയും. പക്ഷെ ആ വരുന്ന ഒരാൾ അയാളുടെ പ്രയാസവും ദുഃഖമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ട്രൈ ചെയ്ത് ചിലപ്പോൾ ശരിയാവും. അത് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നും. പക്ഷെ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ നോ പറയാറില്ല. ആര് വന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന ചെയ്യും. ചിലപ്പം അവരുടെ കാര്യം നടക്കും, ചിലപ്പോൾ നടക്കാതെ വരും. നമുക്കിപ്പോൾ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സോഷ്യൽ മീഡിയ അത്രയും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പലവരും ഏത് പ്രൊഫഷൻ സ്വീകരിക്കണം എന്നുള്ള പല സംശയത്തിലാണ്. ഇപ്പോഴും പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനായി പലവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇങ്ങനെ അച്ഛനും അമ്മയുടെ പ്രഷർ കൊണ്ടാവുന്ന ആവശ്യമൊന്നുമില്ല. ഇത് അല്ല, എനിക്ക് എതിരായിരുന്നത് രാഷ്ട്രീയത്തിന് വരുന്നതിന് എതിരായിരുന്നു. ഇവൻ നശിച്ചു പോയി, നീ രക്ഷയില്ല എന്നുള്ള ധാരണയാണ് ഇവർ. എന്നെ ഡോക്ടറാക്കാനായിരുന്നു ആഗ്രഹം. എനിക്ക് 2nd ഗ്രൂപ്പാണ് അന്ന് എനിക്കെടുത്തത്. ക്ലാസ്സിൽ കയറാതെ ലബോറട്ടറികളിലും പോയി നടന്നതുകൊണ്ട് എനിക്ക് ആദ്യം ജയിക്കാനേ പറ്റിയില്ല. പിന്നെ ഞാൻ ഹാർട്സ് വിഷയം എടുത്തപ്പോഴാണ് എനിക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാം. കാര്യത്തിലേക്ക് ഞാനൊരു പ്രൊഫഷനായിട്ട് ഇപ്പോൾ പലവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ രാഷ്ട്രീയക്കാരുടെ മക്കൾ പുറത്തു പോയി പലതും പഠിക്കുന്നു. അപ്പം രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്കോപ്പ് നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും എത്രത്തോളം ഉണ്ട് ആ ഒരു പ്രൊഫഷനായിട്ട് തന്നെ. പിന്നെ അതിനകത്ത് ഒരു കാര്യമുള്ളത്, നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. UAE പോലുള്ള മറ്റു രാജ്യങ്ങളെ പോലെ അല്ല. അപ്പോൾ അവിടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് പൊളിറ്റിക്സിൽ വരണമെങ്കിൽ ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പ് വരണം. വേണ്ടേ? അതെ. പുതിയ നേതൃത്വം കടന്നു വരണം. നമ്മുടെ കാലത്തെ ജീവിതം അല്ലല്ലോ ഇന്നത്തെ ജീവിതം. അപ്പോൾ പുതിയ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ വന്ന് കുറേ കൂടി ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയത്തെ മാറ്റി മറിക്കാനും ഭരണത്തെ മാറ്റിമറിക്കാനും. കാരണം അവർ വളർന്നു വരുമ്പോൾ അവർ ജനാധിപത്യത്തിൻ്റെ ഭാഗമാവുകയാണ്. അവർ MLA-മാരാവുക, മന്ത്രിമാരാവുക, കുറേ വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആളുകൾ ഈ രംഗത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും നാടിന് വലിയ ഗുണമുണ്ടാകും. അപ്പോൾ ക്വാളിറ്റിയുള്ള പുതിയ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള ലീഡർഷിപ്പ് വളർന്നു വരണമെങ്കിൽ നല്ല ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ള ലോകപരിചയമുള്ള ചെറുപ്പക്കാർ പൊളിറ്റിക്സ് വരേണ്ടത് ആവശ്യമാണ്. എസ്പെഷ്യലി ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ കാലം മാത്രമല്ലല്ലോ, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ആരംഭിച്ച കാലത്തെ മനസ്സല്ല ഇന്നുള്ളത്. അതിൽ നിന്ന് മാറുന്നു, ലോകം മാറുന്നു, ശാസ്ത്രം പുരോഗമിക്കുന്നു, സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നു. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ടെലിവിഷൻ ഇല്ല, ആകെ ഒരു റേഡിയോ ഉള്ളു. ഞങ്ങൾ റേഡിയോ കേൾക്കാൻ വേണ്ടിയാണ് ഈ വായനശാലയിൽ പോകുന്നത്. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ വാർത്ത അറിയണമെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ നടന്നു പോയി 2 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് കേൾക്കുന്നത്. തൊട്ടടുത്ത് 3 കിലോമീറ്റർ പോയിട്ട് വേണം ഒരു ഫോൺ കിട്ടാൻ. ആ കാലമല്ല ഇന്ന്. എല്ലാവരുടെയും പോക്കറ്റിൽ ഫോണല്ലേ. ഞാൻ MP ആയിരിക്കുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾക്ക് ഫോൺ കൊടുക്കാനുള്ള. ഒരു എക്സ്ചേഞ്ചിൽ 500 പേര് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുക. MP-ക്ക് 25 ഫോണുണ്ട്. അത് വലിയ സ്വർഗം കിട്ടിയ പോലെ. ഇന്നാണെങ്കിൽ അപേക്ഷ കൊടുത്ത അപ്പം ഫോണല്ലേ വീട്ടിൽ, അല്ലേ? അപ്പം മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പുതിയ ലീഡർഷിപ്പ് വരേണ്ടത് ആവശ്യമാണ്.
നമ്മുടെ പുതിയ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം, അവർ MLA-മാരാകണം, അവർ മന്ത്രിമാരാകണം. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിന് തന്നെ വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വളരെയധികം നമ്മുടെ ഈ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പം കുട്ടികളെ ഒന്നും വായിക്കുന്നില്ല. വായിക്കണം, അവർ വായിക്കുന്നവരുണ്ട്, അറിയണം, ചരിത്രം അറിയണം, ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കണം. പക്ഷെ അതിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം അവരുടെ വായന എന്ന് പറഞ്ഞാൽ വളരെ ഷാലോയാണ്. ഗൂഗിൾ തപ്പി നോക്കിയാൽ അവർക്ക് അറിയാമല്ലോ ഇത് ആരാണ്, അപ്പോൾ അതങ്ങ് പറഞ്ഞേക്കുക. അല്ലാണ്ട് അതിനെ ആഴത്തിൽ പഠിക്കാൻ ആരും തയ്യാറാകും. അതായത് ഒരു പ്രശ്നമാണത്. ഇപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കോലത്തിൽ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അവരപ്പം തന്നെ ഗൂഗിൾ ചെയ്ത് തരും, ചരിത്രം എന്നറിയില്ല. ആഴത്തിൽ പഠിക്കുന്ന അതൊരു പ്രശ്നമാണ്. ഗൂഗിളിലുള്ളതുകൊണ്ട് അപ്പം തന്നെ അറിയാം. ചില ബുക്കുകൾ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ പേര് നോക്കും, ഇത് മനസ്സിലായി ബുക്ക് തിരിച്ചു നോക്കും. സിരിയോട് ചോദിച്ചിട്ട് പറയാണ് അല്ലേ? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാനത് വായിക്കുന്നില്ല. എനിക്ക് ചെറുപ്പക്കാരോടുള്ളൊരു ഉപദേശം, നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ വെളിയിൽ പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ പോകുന്നു. പക്ഷേ ദേ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് കേരള ആൻഡ് ഇന്ത്യ അല്ലേ? അവർ ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും അവരുടെ ബുദ്ധിയും ശക്തിയും എപ്പോഴെങ്കിലും അവരോട് ഉപയോഗിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ അമേരിക്ക പഠിക്കുന്ന എത്രയോ നല്ല കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. UK-യിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഗൾഫ് നാടുകളിലുണ്ട്. ഇവരൊക്കെ കേരളത്തെ പറ്റി കൂടി ചിന്തിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിന് വേണ്ടി കൂടെ ചെയ്യാൻ അവർ തയ്യാറാണ്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം, അല്ല ഒരു ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാലും കുഴപ്പമില്ല അല്ലേ? ഒരു ദിവസം വേണമെന്നൊന്നുമില്ല, ഒരു വർഷത്തിൽ ഒരു ദിവസം മാറ്റി വെച്ചാലും മതി. ദേ ക്യാൻ ഡു വണ്ടേഴ്സ്. ദേ ക്യാൻ ചേഞ്ച് കേരള. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാം കഴിഞ്ഞ് നമുക്ക് രണ്ട് കാര്യം കൂടി എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദുബൈയിൽ വരുന്നുണ്ട്. ദുബൈയെ കുറിച്ച് രണ്ട് വാക്ക്. ദുബൈ ഒരു അത്ഭുത രാജ്യമാണ്. ദുബൈ ഇന്ന് ലോകത്തിൻ്റെ കവാടമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ അമേരിക്ക പോകണമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫ്രാങ്ക്ഫർട്ടിൽ പോയി അടുത്ത ഫ്ലൈറ്റ് പിടിച്ചാൽ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ UK പോയി അവിടെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചാൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ദുബൈ വന്നാൽ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തേക്കും പോകരുത്, എവിടേക്കും പോകാം. ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള ദുബൈ അല്ലേ? അല്ലേ? ദുബൈ ഒരു അത്ഭുത രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ദ സിറ്റി ഓഫ് ഡ്രീംസ് എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും. അതിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഈ സൊറബറ ഇന്നത്തെ ഷോ എങ്ങനെ? സൊറബറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആളുകളോട് ലൈറ്ററായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്താ, സൊറബറയിലൂടെ ഗഹനങ്ങളായ കാര്യങ്ങളോട് നമ്മൾ പറഞ്ഞു. അതെ അല്ലേ? വെറുതെ സൊറബറ മാത്രമല്ല ചെയ്തത്. അതെ. ഞാനും കുറേ അറിഞ്ഞു, ഞാനും കുറേ പഠിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു. ഈ എപ്പിസോഡ് തുടരും, ആളുകൾക്ക് ഇഷ്ടപ്പെടും. ആദ്യമായി ഇത് ആദ്യത്തെ ഒരു പൊളിറ്റീഷ്യനാണ് നമ്മുടെ ഈ ഷോയിൽ. അത് തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല പൊളിറ്റീഷ്യൻസ് ഇനിയും വരട്ടെ നമ്മുടെ. തീർച്ചയായിട്ടും വരട്ടെ. ആളുകൾ കൂടുതൽ കാര്യങ്ങൾ അറിയട്ടെ. പൊളിറ്റിക്സ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. അത് നെവർ എൻഡിങ് ആണ്. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്ത് ഇവിടെ അത് വലിയ പ്രസക്തിയില്ല. പക്ഷെ നമ്മുടെ ഈ കേരളം പോലുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് ജനാധിപത്യം, പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും, പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ് അല്ലേ? ഷുവർ. വളരെയധികം സന്തോഷം. ഇറ്റ്സ് ആൻ ഓണർ ടു ഹാവ് യു.